ഇന്ന് 10 മണിക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശമായിരുന്നു. ആദ്യ ദിവസം അവിടെ ആക്രമണം നടത്തിയ ശേഷം ഇന്ത്യ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രണ്ട് കരസേനയിലെയും വ്യോമസേനയിലെയും രണ്ട് വനിതാ ഓഫീസർമാർ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. സോഫിയ ഖുറേഷിയും അതോടൊപ്പം തന്നെ വ്യോമിക സിംഗും. കരസേനയുടെ മേധാവിയോ അല്ലെങ്കിൽ വ്യോമസേന മേധാവിയോ അല്ലെങ്കിൽ മേധാവിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഓഫീസർ റാങ്കിൽ വരുമ്പോൾ 5-മോ 6-മോ വരുന്ന ഈ ഓപ്പറേഷനിലൊക്കെ നേരിട്ട് പങ്കെടുക്കുന്ന രണ്ട് സ്ത്രീകളെയാണ്, രണ്ട് യുവതികളെയാണ് ഇന്ത്യ നിർത്തിയത്. അത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയായിരുന്നു. പാകിസ്ഥാൻ എതിരെയുള്ള ഒരു നീക്കത്തിന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർ തന്നെ വന്നല്ല പറയുന്നത്, ഞങ്ങളുടെ ഓഫീസറുടെ മിഡിൽ ലെവൽ ഓഫീസർ വന്ന് അല്ലെങ്കിൽ ആ തരത്തിൽ നിൽക്കുന്ന ഒരു ഓഫീസർമാരാണ് വന്ന് ലോകത്തോട് പറയുന്നത്. പക്ഷേ ഇന്നലെ അവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യ ദിവസം അവർ സാധാരണ വസ്ത്രം ധരിച്ചാണ് വാർത്താ സമ്മേളനത്തിനെത്തിയെങ്കിൽ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവർ രണ്ടുപേരും യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം യൂണിഫോമിലായിരുന്നു വന്നത്. സാധാരണ യുദ്ധമില്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്ന യൂണിഫോമിലോ വസ്ത്രത്തിലോ അല്ല വന്നത്, യുദ്ധ യൂണിഫോമിലാണ് രണ്ടുപേരും എത്തിയത്. അത് തന്നെ ഒരു സന്ദേശമായിരുന്നു ലോകത്തിനുള്ളത്. ഞങ്ങളെ അടിക്കാനാണ് തീരുമാനമെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയായിരുന്നു. അത്തരം സൂചന കൃത്യമായി തന്നെ ലോകത്തിന് പാകിസ്ഥാന് അത് മനസ്സിലായി. ഇന്നലെ രാത്രിയിൽ തന്നെ ഇന്ത്യയിലേക്ക് വന്ന മിസൈലുകളെല്ലാം തകർത്തു എന്ന് മാത്രമല്ല, മിസൈലുകൾ തകർക്കുന്നതിനൊപ്പം ഒരു മിസൈൽ ഇങ്ങോട്ട് വന്നാൽ ആ മിസൈൽ തകർക്കുന്നതിനൊപ്പം 2 മിസൈലുകൾ കൂടി ഒപ്പം പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രയോഗിച്ചുകൊണ്ടുകൂടിയാണ് ഇന്ത്യയുടെ പ്രതിരോധമുണ്ടായത്. പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യാക്രമണ ശൈലിയിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധം. യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിൽ വരെ വന്ന്, ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രി താമസിക്കുന്ന വീടിന് 20 കിലോമീറ്റർ അടുത്ത് വരെ വന്ന് മിസൈൽ വീണു എന്ന് പറഞ്ഞാൽ ലോകത്തിന് നാണക്കേടാണ്. സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയോ തലസ്ഥാനോ പോലും സംരക്ഷിക്കാനുള്ള ശേഷി പാകിസ്ഥാൻ സേനയ്ക്കില്ല, ISIക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ ഒരു വലിയ നാണക്കേണ്ട വക്കിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ. അത്തരം ഒരു വക്കിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ വീണ്ടും ഇനിയും അത്ര പ്രകോപനവുമായി വന്നാൽ അത്തരം ആക്രമണത്തിന് ഇന്ത്യ തയ്യാറാണ് എന്നൊരു സന്ദേശം ഇന്ന് 10 മണിക്ക് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയും. എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് ആ സമയത്ത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ കിരൺ, ഇന്ത്യയുടെ നീക്കം ഒരു വശത്ത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ആഭ്യന്തര വിഷയം മുറുകി വരുന്നൊരു സാഹചര്യം. തെഹ്രീകെ ഇൻസാഫ് പ്രവർത്തകർ പുറത്ത് നടത്തുന്ന ആ പ്രതിഷേധ പ്രകടനങ്ങൾ കാണുകയാണ്. ഇമ്രാൻഖാനെ പുറത്ത് കൊണ്ടുവരണം, റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വശത്ത് ബലൂചിസ്ഥാന്റെ സ്ഥിതി, മറുവശത്ത് സൈന്യത്തിൽ തന്നെ അട്ടിമറി എന്നുള്ള വാർത്തകൾ വരുന്നത് ഒരു തരത്തിൽ ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പാക് ചരിത്രത്തിൽ അല്ലെങ്കിൽ പാക് ഇന്ത്യ യുദ്ധസമാനമായ സാഹചര്യങ്ങളോ യുദ്ധ സാഹചര്യങ്ങളോ നേരിടാത്ത രീതിയിൽ ഒരു ആഭ്യന്തര സമ്മർദ്ദം പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുകൂടിയാണോ? അപർണ, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ പോലെയല്ല. ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ ഭരണപക്ഷവുമായി വലിയ തർക്കങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് പറയാം. ഏത് രാജ്യത്തും അങ്ങനെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നേരിടുന്ന വെല്ലുവിളി ശത്രുവിനേക്കാൾ വലിയ വെല്ലുവിളി ആ രാജ്യത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ, പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ ആ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷൻ, ഇവരെല്ലാവരുടെയും പ്രതികരണം, ഇന്ത്യയിലെ എല്ലാ പാർട്ടികളുടെയും പ്രതികരണം ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന അതിശക്തമായ പിന്തുണ ഗവൺമെന്റിന് നൽകുന്ന ഒരു പ്രതികരണമാണ് ഉണ്ടായത്. സർക്കാരിന് ഏത് നിലപാടും സ്വീകരിക്കാൻ ഇന്ത്യക്കകത്ത് ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടാവും എന്ന് ആലോചിക്കേണ്ടതില്ല. ധൈര്യസമേതം ഏത് നിലപാടും സ്വീകരിക്കാം, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള ഒരു ഉറച്ച പിന്തുണ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാകെ നൽകി. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ തന്നെ ഇന്ന് തന്നെ ഒരു മാതൃകയാണ്. ഇന്ത്യയിലെ പാർട്ടികൾ, അവർ ഏതെല്ലാം തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ത്യക്കാർ ആക്ഷേപം ഉന്നയിച്ചാലും അവർ പരിപക്വമായ നിലപാട് സ്വീകരിച്ചു. രാജ്യ താല്പര്യത്തിനപ്പുറമല്ല മറ്റൊന്നുമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തെളിയിച്ച ദിവസങ്ങൾ കൂടി, മണിക്കൂറുകൾ കൂടിയാണ് കടന്നുപോയത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ പാകിസ്ഥാനിലേക്ക് എന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണ്? പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ യഥാർത്ഥത്തിൽ 4-5 അധികാര ശക്തികളായി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടം നിൽക്കുമ്പോൾ പാകിസ്ഥാൻ സേന മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അത് എല്ലാ കാലത്തും 1947 ആ രാജ്യം രൂപം കണ്ട കാലം മുതൽ എത്രയോ തവണ അവിടെ പട്ടാള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അങ്ങനെ അട്ടിമറി ഉണ്ടായി, പട്ടാളക്കാർ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യയിൽ ഒരിക്കൽ പോലും പട്ടാളക്കാർ ആ തരത്തിലേക്ക് ഒരു നീക്കത്തിന്, പാകിസ്ഥാനേക്കാൾ എത്രയോ വിശാലമായ രാജ്യമാണ് എന്നത് ആലോചിക്കണം. എത്രയോ വ്യത്യസ്തരായ ജനങ്ങൾ വസിക്കുന്ന, എല്ലാം കൊണ്ടും വ്യത്യസ്തരായ ജനങ്ങൾ വസിക്കുന്ന ഭൂമിയാണ് ഇന്ത്യ എന്ന് ആലോചിക്കണം. പക്ഷേ അവിടെ ഒരിക്കലും അത്തരത്തിലേക്കുള്ള ഒരു അട്ടിമറിയൊന്നും ഉണ്ടായിട്ടില്ല. ജനാധിപത്യം പുലരുന്ന, ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് ജനാധിപത്യം ഇത്രകാലം നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നിലപാടൊക്കെ. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. സൈന്യവും തമ്മിൽ ഒരു ഭാഗത്ത് ഭരണകൂടം, മറുഭാഗത്ത് സൈന്യം. ഈ സൈന്യവും
ഭരണകൂടമൊക്കെ കഴിഞ്ഞ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണ ഏജൻസിയാണ് ISI. ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് ലോകത്തെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്ന് തന്നെയാണ് ISIക്ക് അത്തരത്തിലേക്കുള്ള പ്രാധാന്യമൊക്കെ ഉണ്ട്. അവരെടുത്ത് കൊടുക്കുന്ന ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഭരണത്തെ അട്ടിമറിക്കാനും ഒക്കെ പലപ്പോഴും അതിനൊക്കെ ശക്തിയായി നിൽക്കുന്നത് ഈ ISIയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെയാണ്. അങ്ങനെ ISI ഇപ്പോൾ പൂർണ്ണമായും സൈന്യത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ, സൈന്യ മേധാവിക്കൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇനി ഭരണകൂടത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് ആർക്കൊക്കെ ഒപ്പമാണ്. അവിടെ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഭരണകൂടം, ഒരു ഭാഗത്ത് സൈന്യം, മറ്റൊരു ഭാഗത്ത് ISI. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് വിവിധ കാലങ്ങളിൽ പാകിസ്ഥാൻ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തിനിടയിൽ പാകിസ്ഥാൻ വിവിധ തരത്തിൽ വെള്ളവും വളവും ഒക്കെ നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകൾ, അത് ലഷ്കർ-ഇ-തോയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഹിസ്ബുൾ മുജാഹിദ് ആയാലും, ഈ മൂന്ന് സംഘടനകൾക്കും പാകിസ്ഥാന്റെ വലിയ പിന്തുണയുണ്ട്. ഈ 3 സംഘടനകളുടെയും തീവ്രവാദികളുടെ ക്യാമ്പ് എന്നൊക്കെ നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ വായിച്ചൊക്കെ പലപ്പോഴും അറിയുന്നത്, ആ ക്യാമ്പൊക്കെ അതീവ രഹസ്യമായി മനുഷ്യരൊന്നും കടന്നു ചെല്ലാത്ത ഇടങ്ങളിലൊക്കെയാണ് ആയുധ പരിശീലനം എന്നൊക്കെയാണ്. പക്ഷേ നഗരത്തിന്റെ മധ്യത്തിൽ തന്നെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയും അവിടെ പ്രത്യേക സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് പാകിസ്ഥാൻ ഇവരെയൊക്കെ വളരാൻ അനുവദിക്കുകയും ഇവർക്കൊക്കെ എല്ലാ ജീവിത സൗകര്യങ്ങളോടും കൂടി തന്നെ നിന്ന് പരിശീലനം നടത്താനുള്ള സംവിധാനമൊക്കെ ഒരുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അവിടെ ഈ ഭീകര സംഘടനകൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്ന് അവരുടെ തലവന്റെ ജീവനടക്കം സംരക്ഷിക്കാനുള്ള ശേഷി എന്തുകൊണ്ട് പാകിസ്ഥാനക്കില്ല എന്നുള്ള ചോദ്യം ഉയരുന്നു. അങ്ങനെ അവർ ഒരു ഭാഗത്ത്, അങ്ങനെ നാലാമത്തെ വിഭാഗമായി ഈ ഭീകര സംഘടനകൾ 3 പേർ നിൽക്കുന്നു. അതിനിടയിൽ തന്നെ ആലോചിച്ചാൽ ഈ ഭീകര സംഘടനകൾ തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട്. ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ-തോയ്ബയൊക്കെ തമ്മിലുള്ള സംഘർഷങ്ങൾ വേറെയുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ആ രാജ്യത്തെ തന്നെ രണ്ടായി പിളർത്തിക്കൊണ്ട് മറ്റൊരു രാജ്യം രൂപീകരിക്കാൻ വേണ്ടി, ഒരിക്കൽ അത്തരം ഒരു വലിയ പിളർപ്പ് അറിഞ്ഞ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി അത്തരത്തിലേക്ക് ഒരു ഏറ്റുമുട്ടലിൽ പോവുകയും ബംഗ്ലാദേശ് എന്നുള്ള ഒരു പുതിയ രാജ്യം പിറക്കുകയും ഒക്കെ ചെയ്തതാണ്. പാകിസ്ഥാന്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയതാണ് പാകിസ്ഥാൻ. ഇപ്പോൾ വീണ്ടും ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ അവർ ബലൂചിസ്ഥാനിൽ മറ്റൊരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക, കൊറ്റ വിമോചിപ്പിച്ചു എന്നൊക്കെയാണ്, കൊറ്റയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നൊക്കെ ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യമൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാം. എന്തായാലും അങ്ങനെ 5 തരത്തിലുള്ള വെല്ലുവിളികൾ ഒരേ സമയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 5 അധികാര കേന്ദ്രങ്ങൾ 5 തരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ കിരൺ, ഇന്ത്യയുടെ പ്രത്യാക്രമണം ഇന്ത്യ ഇന്നലെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കൊടുത്തത് ഏതെങ്കിലും സാധാരണ കേന്ദ്രങ്ങളിലേക്കായിരുന്നില്ല. അത് തലക്കടിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഇന്ത്യ പോയി. സിയാൽകോട്ട് ആണെങ്കിൽ, ലാഹോർ ആണെങ്കിൽ, കറാച്ചിയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അത് ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ഉറച്ചു നിൽക്കാനായിരിക്കുമോ ഇന്ത്യ ഇനിയുള്ള മണിക്കൂറുകൾ ശ്രമിക്കുക? അങ്ങനെ ആയിരിക്കുമോ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത പാകിസ്ഥാന്, അടി ഇരന്ന് വാങ്ങുന്ന പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന നീക്കം? അപർണ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ തിരിച്ചടി ഉണ്ടാവും എന്ന് ഇന്ത്യ വ്യക്തമായി പറഞ്ഞു. ഇന്ത്യ അതിന് സമയം നൽകി പാകിസ്ഥാന്. ഏതെങ്കിലും തരത്തിൽ ഭീകരവാദികളാണെങ്കിൽ ഭീകരവാദികളെ പിടികൂടാനും ഭീകരവാദികൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാനും അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താനും ഒക്കെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു പുനർചിന്തനത്തിന് തയ്യാറാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പെട്ടെന്ന് ഒരു യുദ്ധത്തിന്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ 15 ദിവസം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. ഇത്തരം ഒരു തിരിച്ചടി നൽകുന്നതിന് ഇന്ത്യക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ഒക്കെ നൽകാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ ഇന്ത്യ ചെയ്തത് അങ്ങനെയല്ല. ഏതെങ്കിലും പാകിസ്ഥാനെ പോലെ ഒരു പ്രതിച്ഛായല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ദീർഘകാലമായി ഇന്ത്യക്ക് രൂപപ്പെട്ടു വന്ന ഇന്ത്യയുടെ ഒരു ആഗോള പ്രതിച്ഛായയാണ്. അത് എല്ലാ കാലത്തും ഇന്ത്യക്ക് ചേരിചേരാ നയത്തിന്റെ കാലം മുതൽ ഇന്ത്യക്ക് ആ തരത്തിലേക്കുള്ള ഒരു പ്രതിച്ഛായ ഇന്ത്യക്ക് ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോഴായാലും ഈ റഷ്യ യുക്രൈൻ യുദ്ധം വരുമ്പോൾ അടക്കം അതിന് സമാധാനത്തിന് വേണ്ടി ഇന്ത്യ ഇടപെടണമെന്നുള്ള ആവശ്യമൊക്കെ ലോകത്ത് ഉയരുകയും പ്രധാനമന്ത്രി തന്നെ അക്കാര്യത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഈ നെഹ്റുവിന്റെ കാലം മുതൽ ആ തരത്തിലേക്കുള്ള ഒരു അംഗീകാരം ലോകത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം, ആളുകളുടെ വികാരമൊക്കെ നോക്കി ഇങ്ങോട്ടടിച്ചാൽ 1 അടി 2 അടി അങ്ങോട്ട് അടിക്കുക എന്നുള്ള തരത്തിൽ തീരുമാനം എടുക്കാൻ കഴിയും. ഇന്ത്യ വളരെ കൃത്യമായി തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ വളർത്തുന്നത്, ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നത്, എങ്ങനെയാണ് പാകിസ്ഥാൻ ലോകത്തിന് ഭീഷണിയാവുന്നത്, ഇതെല്ലാം ബോധ്യപ്പെടുത്തിയ ശേഷവും ഇന്ത്യ 15ാമത്തെ ദിവസമാണ് പ്രത്യാക്രമണം നടത്തുന്നത്. ആ പ്രത്യാക്രമണത്തിൽ തന്നെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഒഴിവാക്കുന്നു. പാകിസ്ഥാൻ സേനയെ പോലും ഒഴിവാക്കുന്നു. വേണ്ട, പാകിസ്ഥാനിലെ തന്ത്ര
തന്ത്രപ്രധാനമായ ഒരു മേഖലയിലേക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പ്രകോപന കാരണമാണ്. അങ്ങനെ പോലും ഇന്ത്യ ചെയ്യുന്നില്ല. ഇന്ത്യ കൃത്യമായി 9 ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം നോക്കി ഒരു തരത്തിലും പാകിസ്ഥാനിലേക്ക് ഈ ഭീകരവാദ കേന്ദ്രങ്ങളല്ലാതെ മറ്റൊരു സാധാരണ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു സ്കൂളോ ഒരു ഓഫീസോ അതൊന്നും തകരരുത് എന്ന മട്ടിൽ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. അത് വളരെ കൃത്യമായ ഒരു സന്ദേശമായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും ആക്യുറേറ്റ് ആയി ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം കൂടിയായിരുന്നു. ഇന്ത്യ യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല എന്നൊരു സന്ദേശം ലോകത്തിന് കൂടിയാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിച്ചത് ഇന്ത്യക്കാരായ 16 ഗ്രാമീണരെ കൊന്നുകൊണ്ടാണ്. അത് ഷെല്ലാക്രമണത്തിൽ അതിർത്തിയിലൊക്കെ LOCയിലൊക്കെ താമസിക്കുന്ന ഗ്രാമീണരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിലുള്ള ഒന്നാണ്. വലിയ യുദ്ധമുണ്ടാകുമ്പോൾ പോലും അങ്ങനെ അതിർത്തിയിൽ താമസിക്കുന്ന പാവപ്പെട്ട ഗ്രാമീണരുടെ വീടിന് നേരെയൊന്നും ആരും ഇന്ത്യ പാകിസ്ഥാനിലെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് നേരെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെയോ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പതിവില്ല. അവർ ഈ യുദ്ധത്തിലൊന്നും പങ്കെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പ്രതികളോ ഒന്നുമല്ല. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുക, അതും ദരിദ്രരായ മനുഷ്യരാണ് മഹാഭൂരിപക്ഷവും ഒക്കെ അവിടെ താമസിക്കുന്ന. ആടിനെ മേയിച്ചോ കൃഷി ചെയ്തോ ഒക്കെ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ 12 പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രമാക്കി പാകിസ്ഥാൻ മിസൈലുകൾ തൊടുക്കുന്നു. ഈ 12 നഗരങ്ങൾ കേന്ദ്രമാക്കിയുള്ള മിസൈലുകൾ തൊടുക്കുമ്പോഴും ഇന്ത്യ 12 ഒന്നുപോലും ഇന്ത്യൻ വ്യോമാതിർത്തി ഇന്ത്യയുടെ ആകാശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ തിരിച്ചിടുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ വീണ്ടും കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ നിലപാട് ഇതാണ്: ഇന്ത്യ ആദ്യം ആക്രമണത്തിന് തയ്യാറല്ല. ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ ആക്രമിക്കുന്ന ശൈലിയിലായിരിക്കത്തില്ല, അത് ചിലപ്പോൾ കടുത്തു പോകും എന്നുള്ളതും ഇന്ത്യ വ്യക്തമാക്കുന്നു. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് അടിക്കുന്നതിന് അങ്ങനെ ഒട്ടും കുറയ്ക്കില്ല എന്നതിന് സന്ദേശം കൊടുക്കുന്നു. ആദ്യം അങ്ങോട്ട് കയറി അടിക്കില്ല എന്നതും അത് ഒരു വലിയ മാന്യമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നു. ഞങ്ങൾ സൈന്യത്തിന് നേരെ ഒന്നും ആക്രമണത്തിനും തുനിഞ്ഞില്ല, ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ള നിലപാട് തന്നെയാണ്. അതുതന്നെയാണ് ഇന്നലെ ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ രാത്രിയിലടക്കം അവിടെ നിന്ന് വീണ്ടും ഇത്തരം പ്രത്യാക്രമണങ്ങൾ ഉണ്ടായ സമയത്താണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു ആക്രമണം. അതാണ് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കറാച്ചിയിലും ലാഹോറിലുമെല്ലാം അവിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളോ പ്രത്യാക്രമണമോ ഒക്കെ എന്തായാലും ഉണ്ടായത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇത്ര വലിയൊരു രീതിയിലേക്ക് ഇന്ത്യ ഈ യുദ്ധമുഖം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇസ്ലാമാബാദ് ലക്ഷ്യമാക്കിയൊന്നും ഏതെങ്കിലും ഒരു മിസൈൽ പാഞ്ഞു വരും എന്നോ അല്ലെങ്കിൽ കറാച്ചിയിലെ തുറമുഖം ലക്ഷ്യമാക്കി ഏതെങ്കിലും മിസൈൽ പാഞ്ഞു വരുമെന്നോ ഒന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പാകിസ്ഥാനുള്ള ഒരു യുദ്ധം ഒന്നുമല്ല. ഇതൊരു ഇന്ത്യയുടെ ഒരു സൂചനയാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം കഴിയും, നിങ്ങൾ ഓർത്തിരുന്നോളൂ എന്ന് പാകിസ്ഥാനോടും ലോകത്തോടും വിളിച്ചു പറയുകയാണ്. ഇന്ത്യ ഇതിനെല്ലാം കഴിവുള്ള രാജ്യമാണ്. ഇന്ത്യ ഇത് ചെയ്യാതിരിക്കുന്നത് ഇന്ത്യയുടെ പക്വമായ നിലപാട് കൊണ്ടാണ്, അന്തസ്സായ നിലപാടെടുക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം വൃത്തികേടുകൾക്ക് മുതിരാത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ശേഷിയുണ്ട് എന്നത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനിയും ആക്രമിക്കാൻ വന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടിയാവും ഉണ്ടാവുക.